നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. UDF-ന് വേണ്ടി ഷാഫി പറമ്പിലും LDF-ന് വേണ്ടി ശൈലജ ടീച്ചറും BJP-ക്ക് വേണ്ടി പ്രഫുൽ കൃഷ്ണനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 250 പേരാണ്. ഇനി വടകര മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ഇടതുപക്ഷമാണ് തീർച്ചയായിട്ടും ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശൈലജ ടീച്ചർ ഇരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശൈലജ ടീച്ചർ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ശൈലജ ടീച്ചർ ജയിക്കണമെന്നാണ്. ആഗ്രഹിക്കുന്നില്ല, ആര് ജയിക്കും? ശൈലജ ടീച്ചർ തന്നെ, ഉറപ്പല്ലേ? ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണ്? അവർ ലോക പ്രശസ്തയാണ്. നമ്മളെ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ, മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്, കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ്. നല്ല കഴിവുള്ള സ്ത്രീയാണ്. അത് ഷാഫി ജയിക്കണോ? എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അത് എന്താ വെച്ചാൽ പിന്നെങ്കിലും അവരെ എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഷാഫി ജയിക്കണം. ഷാഫി ജയിച്ചോട്ടെ. എന്തുകൊണ്ടാണ് ഷാഫി ജയിച്ചോട്ടെ പറയുന്നത്? ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. അതെ, അതേ ഉള്ളൂ. അതുകൊണ്ട് ഷാഫി ജയിക്കണം. അതെ, ഷാഫി ജയിച്ചാൽ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഷാഫി ജയിക്കണം. നമ്മൾ എത്രയോ കണ്ടത് അതുപോലെ. ഷാഫി ജയിക്കണം. ഷാഫി ജയിക്കണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി ലോക്സഭയിൽ ഒരു എത്തേണ്ട ആളാണ്. അതാണ് കാരണം. നമുക്കിവിടെ നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, കേരളത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയൊരു നേതാവാണ്. എത്തേണ്ട ആള്. എത്തേണ്ട ആളാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായും ടീച്ചർ ചെയ്യണം എന്നുള്ള. ടീച്ചർ ജയിക്കണം. എന്തുകൊണ്ടാണ് ടീച്ചറുടെ പേര്? ടീച്ചറെ നമ്മൾ വോട്ട് അവർക്കാണ്. അവർക്കാണ് വോട്ട് ചെയ്യൂ. ഇടതുപക്ഷക്കാരനാണ് നിങ്ങൾ. അങ്ങനെ വേറെ വോട്ട് പോകില്ല. ഇല്ല ആർക്കും കൊടുക്കൂല. ഇല്ല. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അതെന്താ വെച്ചാൽ മൂപ്പരെ കൈവണ്ട്, അത്യാവശ്യം കൈവണ്ടും പറയും. അതുകൊണ്ടാണ് ജയിക്കുന്നു. പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റിയ ആളാണോ? അതെ അതെ. ജയിക്കാനിപ്പോ ആര് ജയിക്കാനിപ്പോ അറിയാം, റിസൾട്ട് ഒന്നും അറിയാം. താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം? രണ്ടാളും വേണ്ടപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. രണ്ട് തോണിയിലും കാലിടരുത്. ആര് ജയിക്കണം? രണ്ടും ടീച്ചറമ്മ രണ്ടും നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്. നമ്മളും കോൺഗ്രസ് ജയിക്കണം. കോൺഗ്രസ്. ഷാഫി പറമ്പിലോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നും ഞാൻ ജനിച്ച അന്ന് മുതലിട്ട് അതിൽ പെട്ട ആളാ. കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണ്. പഴയ കോൺഗ്രസ്. പഴയ കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചോളാം ഞാൻ. ശൈലജ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര് പറയുന്നത്? ഇപ്പൊ ഒന്നും പറയില്ല. വിജയലക്ഷ്മി ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൊതുപ്രവർത്തനത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അത്യാവശ്യ ആൾക്കാരിൽ ഒരാളാണ് ടീച്ചർ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിന്റെ പേര് പറയുന്നത്? ഷാഫി പറമ്പിൽ ഇവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. ടീച്ചർ ജയിക്കേണ്ടതാണ്. ടീച്ചർ എന്തുകൊണ്ടാണ് ജയിക്കേണ്ടതാണ് പറയുന്നത്? ജയിക്കണം. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ പേര് കിട്ടണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിന്റെ പേര് പറയുന്നത്? എന്താ വെച്ചാൽ ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ അത്ര ഒന്നും. താങ്കൾ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിന്റെ കാര്യം പറയുന്നത്? ഷാഫി പറമ്പിൽ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഷാഫി പറമ്പിൽ ജയിക്കണമെന്നാണോ? ജയിക്കണമെന്നാണ്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണിത്. അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കും. ഇവിടെ ജയിക്കാൻ സാധ്യത ശൈലജ ടീച്ചറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവരുടെ പ്രവർത്തനത്തിൻ്റെയാണ്, മറ്റേ രാഷ്ട്രീയമല്ല. അവരെ പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരിലൊരു രാഷ്ട്രീയമല്ല പറയുന്നത്. രാഷ്ട്രീയത്തിലല്ലാണ്ട് അവരെ പ്രവർത്തന മേഖല ഉണ്ടല്ലോ. ഷാഫി ജയിക്കുന്നതാണ് നമ്മളൊരു അഭിപ്രായം. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫിയുടെ പേര് പറഞ്ഞാൽ ഇപ്പോഴത്തെ വടകരയിലത്തെ രാഷ്ട്രീയ സാഹചര്യം. ഞാൻ ഷാഫി പറമ്പിൽ ജയിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിന്റെ പേര് പറയാൻ? ഷാഫി പറമ്പിൽ യുവനിരയിൽ വളരെയധികം ശ്രദ്ധേയനായ ഒരു നേതാവാണ്. അതുകൊണ്ട് ജയിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം. ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറിന്റെ പേര് എന്തുകൊണ്ടാണ് പറയുന്നത്? നല്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ല, അതുകൊണ്ടാണ് ജയിക്കണം. ഷാഫി പറമ്പിൽ ജയിക്കണം. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? യുവ നേതാവും പിന്നെ പടപൊരുത്താൻ പറ്റിയ നേതാവ്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ആദ്യം കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് ഷാഫി ജയിക്കണം. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര് പറയുന്നത്? പുള്ളിക്കാരത്തി ഇതിന് മുമ്പ് മിനിസ്റ്റർ ആയിരുന്നു. ഒരുവിധ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശൈലജ തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര്? കൊറോണ കാലത്തൊക്കെ 34 അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശൈലജ ടീച്ചർ ജയിക്കണം. ഷാഫി പറമ്പിൽ ജയിക്കണം എന്നുള്ളതാണ്. ഷാഫിയുടെ പേര് എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു ഭരണമാറ്റം നിർബന്ധമാണ് ഇപ്പോഴത്തെ ആവശ്യത്തിൽ. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര് പറയുന്നത്? ശൈലജ ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ല കാര്യങ്ങൾ ചെയ്തതാണ്. ശൈലജ ടീച്ചർ ജയിക്കാനാണ് സാധ്യത ഉള്ളൂ. ജയിക്കുമോ? ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശൈല ടീച്ചർ ജയിക്കണം. നല്ല ശൈലജ ടീച്ചർ ജയിക്കണം. ശൈല ടീച്ചർ എന്തുകൊണ്ടാണ് ശൈലജിന്റെ പേര് പറയണേ? നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ശൈല ടീച്ചർ ജയിക്കണം. ആര് ജയിക്കണം? സൈലന്റ് ടീച്ചറിന്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ സൈലന്റ് ടീച്ചറിന്റെ ആൾക്കാർ തന്നെ നമ്മളിന്ന് ജീവിക്കുന്ന ചുറ്റുപാട് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നതിൽ ഇടതുപക്ഷം വലിയ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം നിലനിർത്തേണ്ട ജനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ സൈലന്റ് ടീച്ചർ ജയിക്കണം എന്ന് പറയുന്നത്. ജയിക്കണം. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജിന്റെ പേര് പറയുന്നത്? പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഒരു കണക്കൂട്ടൽ പറഞ്ഞുള്ളൂ. ഷാഫി പറമ്പിലേക്ക്. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഇവിടെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. പിന്നെ ഷാഫി നല്ലൊരു കാൻഡിഡേറ്റാണ്. ആര് വരണം എന്നുള്ള താങ്കളുടെ അഭിപ്രായം എല്ലാവരും വരണം. ആര് വരണം എന്നുള്ള ആരാണ് നാടിന് നന്നാക്കിയാൽ അവർ വന്നാൽ താങ്കളുടെ അഭിപ്രായം? അത് അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും വരണം. എല്ലാവരും വരണം. മറ്റേ പാർലമെൻറ്റിൽ പോയിട്ട് നമ്മളെ കേരളത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടിയിട്ടും മറ്റേ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും പോരാടണമെങ്കിൽ ടീച്ചറെ പോലുള്ള ഒരാൾ ജയിക്കണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയും? ഷാഫി നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഷാഫി ജയിക്കണം. ഷാഫി എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി പറയാൻ നല്ലൊരു വ്യക്തിയാണ്. ഷാഫി ജയിക്കണം എന്നാ പറയുന്നത്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ആ ചെറുപ്പക്കാരനാണ്. അവനിന് എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാത്ത. എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി ചിന്തിക്കുന്നത്? മാറ്റി ചിന്തിക്കില്ല, ഞങ്ങൾ ആദ്യം അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഷാഫി പറമ്പിൽ വേണം. ഷാഫി പറമ്പിൽ വേണം. യുവാക്കൾ വരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. ഷാഫി പറമ്പിൽ ജയിക്കണം. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അതിൻ്റെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കാൻ പാടില്ല? അല്ല, ചോദിക്കാൻ പാടില്ല. തെറ്റാണത്. അത് തെറ്റ് തന്നെയാണ്. ഷാഫി പറമ്പിൽ ജയിക്കണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിന്റെ പേര് പറയാൻ കാരണം? അങ്ങനെയൊന്നുമില്ല. ക്യാമറ അവിടെയാണ്, ഇവിടെയല്ല. അതെ, അങ്ങനെയൊന്നുമില്ല. ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്? പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭരിക്കുന്ന നല്ല ഭരണമൊക്കെ തന്നെ ഒരാൾ മാറ്റം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര്? ഒരു യുവാവായതുകൊണ്ട്. യുവാവ് ഒരുപാട് കാലം ജീവിക്കാണ്ട് ഒരുപാട് കാലം നാടിന് വേണ്ടി ചെയ്യുകയും ചെയ്യും. അവൻ്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കുക എന്ന് പറഞ്ഞാൽ നാടിന് വേണ്ടി ജീവിച്ചതാണ് പാലക്കാട്. നിങ്ങൾ മാസ്ക് ഒന്ന് അയച്ചേ. എന്തുകൊണ്ടാണ് പറയണേ? ഇതുവരെയുള്ള ജീവിതം പിന്നെ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച പാലക്കാട്. അങ്ങനെ ഉണ്ടോ? താങ്കൾക്ക് ഒരു ധാരണ ഉണ്ട്? ഉറപ്പാ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ധാരണയുണ്ട്. പ്രഫുല്ലിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. BJP സ്ഥാനാർത്ഥി. BJP. ആകെ ഒരാൾ വോട്ടാണ് ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞത്. നല്ല വേണ്ടേ? അങ്ങനെ നമ്മളെ പോലെ 10 ആൾ വന്നാൽ 10 ആളായില്ലേ? എന്ത് കാരണത്താണ് പ്രഫുൽ ജയിക്കട്ടെ എന്ന് പറയുന്നത്? ഒന്നുമില്ല, നരേന്ദ്രമോദി വീണ്ടും വരണം. എന്നിട്ട് ഗ്യാസിന് ഇപ്പോൾ 1000 ഉള്ളത് 3000 ആക്കണം. അതിപ്പോൾ എങ്ങനെ പറയാ? അതെനിക്ക് മറുപടി പറയാനില്ല. ഗ്യാസിന്റെ വില കൂടുതൽ പ്രതിഷേധം ഉണ്ടോ? പ്രതിഷേധം ആവശ്യമുള്ള ആൾക്കാർ വേണ്ട. എന്തായാലും എത്ര വിലയാലും വാങ്ങലേ. പെട്രോളിന് വില കൂടിയതിൽ പ്രശ്നമുണ്ടോ? ഇല്ല. നിങ്ങൾ പെട്രോൾ സുഖമായിട്ട് അടിക്കും? ഇല്ല, ഞാൻ വണ്ടി ഉപയോഗിക്കാത്ത ഒരാളാണ്. നന്നായി. നിങ്ങളെ കാഴ്ചപ്പാട് രണ്ടാളും തുല്യമാണ്. ആരാ താങ്കളുടെ അഭിപ്രായത്തിൽ ജയിക്കേണ്ടത് സൈലന്റ് ടീച്ചറാണ് ജയിക്കേണ്ടത്. ഷാഫി ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ട്, എന്നാലും മുൻപ് രണ്ടാൾക്കും ഉണ്ട്. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ? അത് ഭരണമാറ്റം അത്യാവശ്യമാണ്. അതാണ്. അത് ഷാഫി പറമ്പിൽ തന്നെ. ഷാഫി പറമ്പിലിന്റെ പേര് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ മാറണം, ഗവൺമെന്റ് മാറണം, കേന്ദ്ര ഗവൺമെന്റ് മാറണം. നിർബന്ധമല്ലേ? കൃഷ്ണ BJP എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ നരേന്ദ്രമോദിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ കൊണ്ട് അങ്ങനെ പറയുന്നത്. വികസനം വരട്ടെ. വികസനം വരട്ടെ. ഡിജിറ്റൽ ആവട്ടെല്ലോ. ഡിജിറ്റലിന്റെ കാര്യം പറയരുത്. എന്താ പറയരുത് പറയാം. മനസ്സിലായില്ല നിങ്ങൾ ചോദിച്ചത്. ഡിജിറ്റലായോ? ഡിജിറ്റലായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഡിജിറ്റൽ ആവട്ടെ. എല്ലാം ഡിജിറ്റൽ ആവട്ടെ. വിലവർദ്ധനമൊക്കെ നന്നായിട്ട് വരട്ടെ. വിലവർദ്ധനം എല്ലാ ആര് വന്നാലും ഇല്ലേ? അതുകൊണ്ട് വരട്ടെ. ശൈലജ ടീച്ചർ ജയിക്കണം എന്നുള്ളതാണ്. ശൈലജിന്റെ പേര് പറയും. ശൈലജ ടീച്ചർ ഈ മുൻകാലങ്ങളിൽ കഴിഞ്ഞ അതിൻ്റെ പരിചയ സമ്പത്ത് തന്നെ ഏറ്റവും വലിയ കാര്യം. ജയിക്കണം എന്നാണ് നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയും? നമ്മളെ വടകര നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുന്നുള്ളത്. ആര് ജയിക്കുന്ന? ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കുന്നു? വ്യക്തിത്വം കൊണ്ട്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ്? ശൈലജ ടീച്ചർ നല്ല ഇപ്പോൾ വേൾഡിൽ തന്നെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജയുടെ പേര്? ശൈലജ ടീച്ചർ ഇവിടുത്തെ ചെറിയ മക്കൾക്ക് പോലും ടീച്ചർ അറിയാം. അവർ ജയിക്കും. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര്? നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത്? അത് പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ട് എന്താ ജയിക്കും ഷാഫി പറമ്പിൽ. പ്രവചനമില്ല, അത് വന്നാലും കാണാം. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കണം? അഭിപ്രായമില്ല, അങ്ങനെയില്ല. എൻ്റെ ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജിന്റെ പേര്? ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി മാറണം, അതുകൊണ്ട്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അങ്ങനെ തോന്നുന്നു. ശൈലജ ടീച്ചർ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണെങ്കിൽ പ്രചരണത്തിൽ മുന്നിൽ ശൈലജ ടീച്ചറാണുള്ളത്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞെങ്കിൽ അവർ കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ
BJP. BJP. എന്തുകൊണ്ടാ BJPക്ക് വോട്ട് ചെയ്യുന്നത്? BJP വോട്ടേനെ വെറുതെ ഒരു രസം. അല്ലല്ല മോദിനെ ഇഷ്ടമുള്ള ഷാഫി ജയിക്കും. ഷാഫി ജയിക്കും. ഷാഫി എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? ജയിക്കും വെച്ചാൽ നല്ലൊരു പ്രവർത്തകനാണ്, നല്ല പ്രവർത്തകനാണ്. ജയിക്കണം. ഷാഫി ജയിക്കും. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര്? മുസ്ലിംസിൻ്റെ വോട്ട് കംപ്ലീറ്റ് ഷാഫിക്ക് കിട്ടും. മുസ്ലിംസിന്റെ വോട്ട് കംപ്ലീറ്റ് ആദ്യമായിട്ടുള്ള ഒരു കമന്റ് വരുന്നത്. അത് കിട്ടും, ഉറപ്പാണ്. ഷാഫി ഷാഫി ജയിക്കും. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? യുവാക്കളുടെ വോട്ടെല്ലാം ഷാഫി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ടീച്ചർ ജയിക്കും. ടീച്ചർ എന്തുകൊണ്ടാ ജയിക്കുന്നു? അതൊരു ഉറപ്പായിട്ടുള്ള വിശ്വാസത്തെ നിറവേറ്റി കൊണ്ടുവന്നത് മാർക്കിസ്റ്റ് പാർട്ടി. ടീച്ചർ ജയിക്കും. ഷാഫി പറമ്പിൽ. ഷാഫി എന്തുകൊണ്ടാ ജയിക്കുന്നത്? വ്യക്തിപരമായിട്ട് ആൾക്കാർ നല്ല അഭിപ്രായമാണ്. എത്ര അഭിപ്രായം ഒന്നും പറയാനില്ല. അഭിപ്രായമില്ല. ഇല്ല. ഷാഫി ജയിക്കണം. ജയിച്ചിരിക്കും. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാ ശൈലജിന്റെ പേര് പറയുന്നത്? ഞാൻ CPM അനുഭാവിയാണ്. CPM അനുഭാവിയാണ്, അതുകൊണ്ട് ജയിക്കണം. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാ ശൈലജ ടീച്ചർ ജയിക്കണം എന്ന് പറയുന്നത്? CPM. താങ്കൾ പാർട്ടിക്കാരനാണോ? ശൈലജ ടീച്ചർ ജയിക്കണം. എന്തുകൊണ്ടാ ശൈലജിന്റെ പേര്? നാടിന് വേണ്ടി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയായ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കണം. ഷാഫി പറഞ്ഞു. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? മോശമല്ലാത്ത ചങ്ങായി. മോശമില്ലാത്ത ഒരുത്തനാണ്. ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? അദ്ദേഹം കുറച്ചുകൂടി ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു തോന്നൽ. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഷാഫി ജയിക്കണം. അതെ. ആര് ജയിച്ചാലും കുഴപ്പമില്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ജയിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു ജനാധിപത്യം ഉണ്ടാവുമല്ലോ. ആര് ജയിച്ചാലും കുഴപ്പമില്ല. താങ്കളുടെ ആ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്. ആര് വേണം ജയിക്കട്ടെ. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാ ശൈലജിന്റെ പേര് പറയുന്നത്? അദ്ദേഹത്തിന്റെ പക്ഷമായതുകൊണ്ട്. ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാ ശൈലജിന്റെ പേര് പറയുന്നത്? ശൈലജ ടീച്ചർ നല്ല എന്താ പറയുക, നല്ല വർക്കറാണ്. നല്ല രാഷ്ട്രീയമായിട്ടെല്ലാം ജയിക്കണം. അതെ. എന്തുകൊണ്ടാ ശൈലജ ടീച്ചർ ജയിക്കും എന്ന് പറയുന്നത്? ശൈലജ ടീച്ചർ എക്സ്പീരിയൻസ് തന്നെ. ജയിക്കും. ഷാഫി പറമ്പിൽ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഷാഫി പറമ്പിന്റെ പേര് പറയുന്നത്? അദ്ദേഹം വളരെ യൂത്താണ്, വളരെ ഉഷാറാണ് ആള്, എനർജറ്റിക്. ജയിക്കണം. പാലക്കാട്ടുകാരനെ നിങ്ങൾക്ക് വേണം. ആലക്കാട്ടുകാരൻ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കേരള പാലക്കാട്ടുകാരനെ നിങ്ങൾക്ക് വേണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാ ഷാഫിന്റെ പേര് പറയുന്നത്? താങ്കളുടെ അഭിപ്രായം ജയിക്കണം എന്നാണോ? ജയിക്കണം. അതിപ്പോൾ ശൈലജ ടീച്ചർക്കാണ് കാണുന്നത്. പിന്നെ മറിയുമല്ലോ എന്നുള്ളത് പറയാൻ പറ്റില്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുമെന്നില്ല? പാടെന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചർ തന്നെ. പക്ഷേ സംശയം എന്താ? സംശയം വെച്ചാൽ 2 വർഷം അവർ വന്നല്ലോ. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള കുറേ ധാരണകളും ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഷാഫി ജയിക്കാൻ സാധ്യതയുണ്ടോ? ഷാഫി ജയിക്കുമല്ല, മറ്റേ ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ളത് ഇപ്പോൾ കൺഫ്യൂഷനായിട്ട്. അതെ ക്വസ്റ്റ്യൻ മാർക്ക്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫിക്കാണ് ഇവിടെ സാധ്യത മുൻകൂട്ടി എല്ലാ കാലങ്ങളിലും ജനാധിപത്യ മുന്നണി ജയിക്കല്. അപ്പോൾ ഷാഫി ജയിക്കുള്ളൂ. ഷാഫി ജയിക്കുള്ളൂ. ഇവിടെ ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? കാരണം എന്താ വെച്ചാൽ അയാൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മുമ്പേ പ്രവർത്തിച്ച ആളാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ആളാണ്. അതുകൊണ്ട് മിക്കവാറും അയാൾ ജയിക്കാനാണ് സാധ്യത. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഞാൻ UDF കൊണ്ട്. അതെ. സാധ്യത ശൈലജ ടീച്ചറാണ്. സാധ്യത ശൈലജ ടീച്ചർക്കാണ്. എന്തുകൊണ്ടാ? ഒന്നുമില്ല, കുറച്ച് ഭരണം പിന്നെ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായ സമയത്ത് നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചർ. അതുകൊണ്ട് ശൈലജ ടീച്ചറാണ്. ജയിക്കാൻ ശൈലജ ടീച്ചർക്കാണ് ചാൻസ്. ശൈലജ ടീച്ചറാണ് ചാൻസ്. എന്തുകൊണ്ടാ? അത് നല്ലൊരു വ്യക്തിത്വമുള്ള നല്ലൊരു കാര്യങ്ങളൊക്കെ ജയിക്കാന്ന് പറഞ്ഞു. ടീച്ചർ ജയിക്കൂ. എന്തുകൊണ്ടാ? അത് ഒരു പറഞ്ഞമാതിരി തന്നെ നല്ല ഒരു ഇതാണ്. അതുകൊണ്ട് ടീച്ചർ ജയിക്കൂ. ഷാഫി പറമ്പിൽ ജയിക്കുന്നു. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? അവർക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഷാഫി പറമ്പിലാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാ അങ്ങനെ ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ 87,000 വോട്ടിനല്ലേ ജയിച്ചിരിക്കുന്നത്. എങ്ങനെ മാറി പറഞ്ഞാലും നടക്കുമോ? അതുകൊണ്ട് ആ ഒരു ഇതുമാണ്. എന്തായാലും ഒരു 10-30,000 വോട്ടിനെങ്കിലും ജയിക്കും ഷാഫി. എന്തുകൊണ്ടാ ഷാഫിയുടെ പേര് പറയുന്നത്? അതെ, അവന് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. അതെ. ശൈലജ ടീച്ചർ ജയിക്കും. ശൈലജ ടീച്ചറുണ്ട്. എന്തുകൊണ്ടാ ശൈലജന്റെ പേര്? ശൈലജ ടീച്ചർ അത്രയും പെർഫോമൻസാണ്. മുമ്പ് മന്ത്രിയായാലും നല്ല പെർഫോമൻസ്. ജനകീയ. ശൈലജ. എന്തുകൊണ്ടാ? അവരാണ് ജയിക്കേണ്ടത്. നാടിൻ്റെ ആവശ്യമാണ്. ശൈലജ ജയിക്കണം. അതൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ താങ്കളുടെ അഭിപ്രായത്തിൽ? ധാരണ ഇപ്പം ടീച്ചർക്കാണ് സാധ്യതയുള്ളത്. അത് ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? ഷാഫി പറമ്പിൽ ജയിക്കുന്ന വെച്ചാൽ ഷാഫി പറമ്പിൽ ആളുകളുടെ ഇടയിൽ നല്ല ഇടപെടാൻ നല്ല ഒരു പരിചയമുള്ള ഒരാളാണ്. എല്ലായിടത്തും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം ജയിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വോട്ടും. ആർക്കാണോ വോട്ട് യാസ് കിട്ടുന്നത്? താങ്കളുടെ അഭിപ്രായത്തിൽ ഇവിടെ ആര് ജയിക്കുന്നു പറയാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം വെച്ചാൽ എല്ലാവരും ഒരുപോലുള്ള ആൾക്കാരാണ്. ഇപ്പം BJPൻ്റെ മാത്രമുള്ള ലേശം കുറവായിട്ട് കാണുന്നുള്ളൂ. ബാക്കി രണ്ടാളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറയാൻ കഴിയില്ല. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? നമ്മൾ തന്നെ ലീഗായാലും കോൺഗ്രസ് ആയാലും അതുകൊണ്ട് ഷാഫി
യുവത്വത്തിൻ്റെ നേതാവ് ശൈല ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര് പറയുന്നത്? ശൈല ടീച്ചർ ജയിക്കും. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശൈല ടീച്ചർക്ക് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം വ്യക്തമായിട്ട് ഇപ്പം ആരാണ് വിജയ സാധ്യത എന്ന് പറയാൻ പറ്റില്ല. നല്ല നല്ല ടൈറ്റായ മത്സരമായിരിക്കും. ആരൊക്കെ? BJP, കോൺഗ്രസ്, എല്ലാവരും കൂടെ? ഇവിടെ കോൺഗ്രസും കോൺഗ്രസും ഇടതുപക്ഷമാണ് മത്സരം. ആരായിരിക്കും ജയിക്കുക എന്ന താങ്കളുടെ അഭിപ്രായം? ശൈലജ ടീച്ചർ ഒരു സാധ്യതകളാണ്. ഷാഫി പറമ്പിലോ? ഷാഫി പറമ്പിലും ശക്തമായ മത്സരമായിരിക്കും. ജയിക്കാനുള്ള സാധ്യത ടീച്ചറമ്മയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് വടകരയിലേക്ക് മാറി വന്ന ഒരാളാണ്. അതുകൊണ്ട് സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി നല്ല വ്യക്തിത്വമാണ്, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ജയിക്കുന്നു. അതെ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? ഷാഫി നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ. നല്ലൊരു വ്യക്തി എങ്ങനെ മനസ്സിലായി? ഞാൻ വായിച്ചിട്ടുണ്ട്, പേപ്പറിലെല്ലാം വായിച്ചിട്ടുണ്ട് അവരെ പറ്റി. അതുകൊണ്ട് നിങ്ങൾ വടകര മണ്ഡലത്തിലുള്ള ആളല്ലേ? അതെ. ഇപ്പം പറയാനാകില്ല. ഏകദേശം താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും? അത് ട്രെൻഡ് ഇപ്പോൾ LDFനാണ് വരുന്നത്. പക്ഷേ എങ്കിലും അവിടെ ചെറിയൊരു സാധ്യത ഷാഫിക്കാണ്. എന്തുകൊണ്ടാണ് ഷാഫിക്ക് സാധ്യത ചെറുതുണ്ട് പറയുന്നത്? അതെ, നേരത്തെ മുരളീധരനാണല്ലോ അവിടെ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടാണ് ജയിച്ചത്. ശരി. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാണിയും കുറച്ചൊരു വ്യത്യാസം കുറഞ്ഞു വരുമെങ്കിലും ഷാഫിക്ക് ഒരു സാധ്യതയെ കാണുന്നുള്ളൂ എന്നാണ് പറയാനുള്ളത്. ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമാണ്, ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എന്താണെന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര്? അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കും. ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര്? നമ്മളെ പാർട്ടി ആയതുകൊണ്ട്. നമ്മളെ പാർട്ടി ആയതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കാൻ സാധ്യതയുള്ളൂ. അതായത് അവർ ആരോഗ്യ പ്രവർത്തന സമയത്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് അവരോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നോക്കണ്ട, നിങ്ങൾ 1 ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചർ ജയിച്ചു കഴിഞ്ഞു. എന്താ 1 ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചർ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാം. സംഭവം ജയിച്ചായിട്ട് പ്രഖ്യാപിക്കാം. 1 ലക്ഷം വോട്ടിന്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിന്റെ പ്രവർത്തനം വെച്ച് നോക്കും. ശൈലജ ടീച്ചർ ജയിച്ചില്ലേ? ജയിച്ചോ? എപ്പോ ജയിച്ചു കഴിഞ്ഞ് ഇനി നിങ്ങൾ റിസൾട്ട് കാണാൻ തിരിക്കും. നിങ്ങൾക്കറിയാം. ഉറപ്പ് തന്നെ ഷാഫി ജയിക്കണം. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര്? ഷാഫി ചെറുപ്പല്ലേ, ചെറുപ്പക്കാർ വേണമെന്ന് പറയുന്നത്. ശൈലജ ടീച്ചർ ജയിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല, ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇനിയിപ്പോൾ വലതുപക്ഷത്തിനാണ് സാധ്യത മൊത്തത്തിൽ. ഷാഫി ജയിക്കുന്നു അങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കുന്നു പറയുന്നത്? ഇടതുപക്ഷം 10 കൊല്ലം ഭരിച്ചില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുള്ളൂ. അല്ല, ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണ്? ശൈലജ ടീച്ചർ അത്രയും ഒരു പേരുകെട്ടൊരു വ്യക്തിയായി എന്നൊരു കളങ്കം വരാത്ത ഒരാൾ നല്ല ജയിക്കും, ഉറപ്പാണ്. ശൈലജ. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര് പറയുന്നത്? ശൈലജ അത്ര നല്ല വ്യക്തിയാണ്. നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് ജയിക്കണം. എന്തായാലും ജയിക്കണം. ശൈലജ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര്? ശൈലജ സമൂഹത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവർ ജയിക്കണം. അങ്ങനത്തെ വ്യക്തികളാണ് ജയിക്കേണ്ടത്. ജയിക്കും ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി നല്ല പ്രവർത്തനമാണ് ആൾ കാഴ്ചവെക്കുന്നത്. കേട്ടെടുത്തോളം നല്ല പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങളെ മണ്ഡലത്തിന് അദ്ദേഹം വേണമെന്നാണ് പറയുന്നത്? വേണം. ലൈല ടീച്ചർ ജയിക്കുമോ? ജയിക്കൂ. ലൈല ടീച്ചർ. ആരാണ് ജയിക്കുക? ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്, നല്ല പ്രവർത്തിക്കാൻ. നിങ്ങളുടെ മണ്ഡലത്തിൽ പുതിയതാണ്, എന്തുകൊണ്ടാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? പൊതുവെ എല്ലാ കാര്യങ്ങളിലും നല്ല. നിങ്ങൾക്ക് വോട്ടുണ്ടല്ലോ അല്ലേ? ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഗുരുദേവ കോളേജ്. ആര് ജയിക്കണം ഇവിടെ? ടീച്ചർ. ആര് ജയിക്കണം? ടീച്ചർ. എന്തുകൊണ്ടാണ് ടീച്ചർ പേര് പറയുന്നത്? ഒന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഒന്നില്ല, വെറുതെ. ടീച്ചർ. എന്തുകൊണ്ടാണ് ടീച്ചർ പേര് പറയുന്നത്? ടീച്ചർക്കാന്നും കൂടെ സ്വാധീനമുള്ള. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര് പറയുന്നത്? ഇപ്രാവശ്യം നല്ലൊരു ഇമേജ് ഉണ്ട്. നല്ല ഇമേജ് ഉണ്ട്. ശൈലജ ടീച്ചർ തന്നെ. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര് പറയുന്നത്? ശൈലജ അത്രത്തോളം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കണം. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മണ്ഡലത്തിൽ ചെയ്ത പുരോഗമനം നോക്കിയിട്ടൊന്നുമില്ല. അത് ജാതി അടിസ്ഥാന വോട്ടും ചില ഉറച്ച വോട്ടുകളാണ്. താങ്കൾക്ക് ആര് ജയിക്കുമെന്നുള്ളതാണ് വടകര? എനിക്ക് അതിനെ പറ്റി വിലയിരുത്താൻ കഴിയില്ല. ഷാഫി തന്നെ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അതായത് കേരളത്തിലെ ഭരണം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഭരണത്തിന് എതിരായ ഒരു വികാരമായിട്ട് ഷാഫീൻ്റെ ജയം ഉണ്ടാവും.
ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? എന്താ പറയുക, മറ്റുള്ളവരുടെ എന്താ പറയുക, ടീച്ചർ അങ്ങനെ ഒരു ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിയത് കണ്ടിട്ടില്ല. ഷാഫിൻ്റെതാണ് കുറച്ചും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങിയത് കാണുന്നത്. ഇപ്പോൾ കോളേജസിലായാലും സ്റ്റാൻഡിലായാലും മാർക്കറ്റ്സിലായാലും ഒക്കെ ഷാഫിനെ ഇങ്ങനെ വൈഡായിട്ട് കാണുന്നു. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? അതൊരു വ്യക്തിയാണ് കണ്ടത്. നമ്മളെ ശൈലജ ടീച്ചർ. നമ്മളെ ശൈലജ ടീച്ചർ ഉറപ്പാണോ? ടീച്ചർ തന്നെ വരട്ടെ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിന്റെ പേര് പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്, നല്ല പ്രവർത്തനമാണ്, അതൊക്കെ തന്നെ. ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? നല്ല സ്വഭാവം കൊണ്ട്. നല്ല സ്വഭാവമാണ്. ഓ ഷാഫി ജയിക്കുമെന്ന് പറയുന്നത്. ഓ എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? മുസ്ലിം ലീഗ്. നിങ്ങൾ മുസ്ലിം ലീഗാണോ? ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി പറമ്പിൻ്റെ ഒരു തരം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തരം കണ്ടാനുള്ള സാധ്യത ഉണ്ട്, കാണുന്നുണ്ട്, ഉറപ്പാണ്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? ഇവിടെ ഈ പ്രാവശ്യം ഇടതുപക്ഷം വരണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ വലതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 19 MP ഇവിടുന്ന് പോയിട്ട് കേരളത്തിൽ നിന്നല്ല മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം വരണം. ശൈലജ ടീച്ചറല്ലേ? ശൈലജ ടീച്ചർ അല്ലേ? ശൈലജ ടീച്ചറുടെ പ്രവർത്തനം കൊണ്ട് തന്നെ എല്ലാം പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ച് ഒരുവിധം കാഴ്ചവെച്ച സംഗതികളല്ലേ. പിന്നെ ശൈലജ ടീച്ചർ ജയിച്ചു ഈ ഇതിലിറങ്ങിയതിന് ശേഷം ജയിച്ചു എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ. ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തിയാണോ? നല്ല വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? കാഴ്ചയിൽ നമ്മൾ കാണുന്ന വീഡിയോയിലെല്ലാം നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫിയും എനിക്കും കൂടി ഇഷ്ടമുള്ളതുകൊണ്ടാ. ഇഷ്ടമാണോ ഷാഫി? അതെ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് തന്നെ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫിയുടെ അയാൾ നല്ലൊരു സാമാജികനാണ്. ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ ജയിക്കുന്നത്? ഇടതുപക്ഷം ജയിക്കും, ഉറപ്പ് തന്നെ. ഉറപ്പായിട്ടും ജയിക്കും. ഷാഫി ജയിക്കുന്ന എൻ്റെ വിശ്വാസം. ഷാഫി ജയിക്കുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഷാഫി ഒരു ജെന്റിൽമാനാണ്. ഇതിൻ്റെ ഈ പി കാലഘട്ടത്തിനൊക്കെ ആവശ്യമാണ്. ഒരു ചെറുപ്പക്കാരനാണ് വേണ്ടത് അവിടെയൊക്കെ. ഷാഫി ജയിക്കുന്നു. ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജൻ്റെ പേര് പറയുന്നത്? കാരണം ശൈലജ ടീച്ചർ കഴിഞ്ഞ ആരോഗ്യമന്ത്രി സ്ഥാനത്തിലും വളരെയധികം മികവും കഴിവും തെളിയിച്ചൊരു വ്യക്തിത്വമാണ്. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അത് ജയിക്കുന്നുള്ള ഉറപ്പുണ്ട്, അതുകൊണ്ട് പറയുന്നത്. ഉറപ്പാണ്? ഉറപ്പ്. എന്തുകൊണ്ടാണ് ഉറപ്പ് എന്ന് പറയുന്നത്? ഉറപ്പെന്ന് വെച്ചാൽ അങ്ങനെ അതാണ് ഉറപ്പ് തന്നെ പറയുന്നത്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഒന്നുമില്ല, എൻ്റെ വടകര എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്? അയാൾ ജയിക്കുന്ന ഷാഫി UDF. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അത് UDF കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വടകര ജയിച്ചതുകൊണ്ട് തന്നെ അഭിപ്രായം. ജയിക്കും തീർച്ചയായും. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം. 1 ലക്ഷം വോട്ട്. 55,000 കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ടെങ്കിൽ 1-ന്റെ മേലെ വരും. ഉറപ്പാ. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? നല്ലൊരു സ്ത്രീയാണ്. എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി പുതിയൊരാളല്ലേ, പുതിയൊരു ചാൻസ് കൊടുക്കാൻ കഴിയും. ചാൻസ് കൊടുത്ത് പരീക്ഷിക്കാനാണ് ഭാവം നിങ്ങളുടെ? നോക്കാം. ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. ഷാഫിന്റെ പേര് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? ഷാഫി ഒന്നാമത് UDF സ്ഥാനാർത്ഥിയാണ്. അത്യാവശ്യം നല്ലോണം പാർട്ടിയിൽ തന്നെ നല്ലോണം ഇതാക്കുന്ന സംഭവമാണ്. 3 പേരിൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാത്തിനും അത്രയും മെനക്കേട്ടിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ജയിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. തോന്നലല്ല, ജയിക്കുന്ന എൻ്റെ വിശ്വാസം ജയിക്കുന്ന. ഷാഫി പറമ്പിൽ ജയിക്കുന്ന. ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മുരളീധരൻ ഇത് ജയിച്ചാണല്ലോ. അപ്പോൾ കോൺഗ്രസിനാണ് ഇവിടെ ഒരു ഇത് ആധിപത്യം ഇപ്പോൾ ഉള്ളത്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമാണോ ശൈലജ ടീച്ചറെ? എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? ശൈലജ ടീച്ചർ കൊറോണ കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ശൈലജ ടീച്ചർ ജയിക്കും. തീർച്ച ജനങ്ങളെ ഏറ്റെടുക്കും ശൈലജ ടീച്ചർ. ഉറപ്പ്, 100% ഉറപ്പ്. ശൈലജ ടീച്ചറായിരിക്കും. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ ജയിക്കുന്നു പറയുന്നത്? അയാൾ നല്ലൊരു വ്യക്തിയായതിനെ കൊണ്ടാണ് ജയിക്കും. ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? നമുക്കൊരു പ്രതീക്ഷയുള്ളത് അവരിലാണ്. അതെ, ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ടീച്ചറെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിലൊക്കെ വളരെ നിപ്പ വൈറസൊക്കെ ഉണ്ടായ സമയത്ത് വലിയ രീതിയിൽ ജനങ്ങളെ അംഗീകാരം വാങ്ങിയിട്ടുള്ള ഒരു ടീച്ചർ. തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടു കൂടി വടകരന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഉറപ്പാണ്? 100%. എന്തുകൊണ്ടാണ്? കേരളത്തിലത്തെ ജനത ശൈലജ ടീച്ചറുടെ ആ നേതൃപാടവും ആ ഒരു കോവിഡ് കാലത്തുള്ള ഇടപെടലും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ജനത ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര്?
അങ്ങനെ കാണുന്നത്. ശൈലജ ജയിക്കും. ജയിക്കുന്ന നമ്മളെ അഭിപ്രായം. ഇവിടെയല്ലേ ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജന്റെ പേര് പറയുന്നത്? അതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സ് തോന്നിയത്, നമുക്ക് ഇഷ്ടം തോന്നി ഞങ്ങളാ. അതുകൊണ്ട് ശൈലജ ജയിക്കും. ടീച്ചർ ടീച്ചർ എന്തുകൊണ്ടാണ് ടീച്ചറുടെ പേര് പറയുന്നത്? ഇപ്പോഴത്തെ നമ്മളെ ഓരോരോ വികസനങ്ങളൊക്കെ തന്നെ പോരെ. നമ്മൾ ഓരോരോ വികസനങ്ങൾ അല്ലേ നമ്മളെന്ന് പറഞ്ഞാൽ എന്താണോ LDF. നമ്മൾ LDFന്റെ ആളാണോ? അതാണ്. പിന്നെ ടീച്ചർ ജയിക്കുന്നല്ല എന്താ പറയാല്ലേ? അല്ലാണ്ട് ഷാഫി ജയിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. ഷാഫി ജയിക്കാൻ സാധ്യത ഉണ്ടോ? കുറവാ. അടുത്തത് സാധ്യത മറ്റേ പിന്നെ ജയിക്കാൻ സാധ്യത. സൈലന്റ് എന്തായാലും ജയിക്കില്ല. അപ്പോൾ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ എന്തായാലും. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ? മൂപ്പര ഇതുകൊണ്ട് മൂപ്പര നല്ലൊരു വ്യക്തിയാണ്. ജയിക്കുക 100% ശരിയാ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? നല്ലൊരാളാണ്. നല്ല ഏതാണ് പാലക്കാടൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ജയിക്കണം. ജയിക്കും. ശൈല ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈല ടീച്ചറുടെ പേര് പറയുന്നത്? ശൈല ടീച്ചർ പേര് പറയാന്ന് ചെയ്ത് ഇത് കൊണ്ട് നല്ല വ്യക്തിയാണോ? നല്ല വ്യക്തി. ശൈല ടീച്ചർ. ടീച്ചർ ടീച്ചർ എന്തുകൊണ്ടാ? ടീച്ചർ കാണുന്നു ജയിക്കുന്ന കാണുന്ന ടീച്ചറാ. ജയിക്കും. ടീച്ചർ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാ? ടീച്ചറെ എല്ലാവർക്കും അറിയാം, പിന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ടീച്ചർ ജയിക്കും. ശൈല ടീച്ചർ ജയിക്കും. ശൈല ടീച്ചർ ജയിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവർ നല്ലൊരു സംഘാടകയാണ്. അവർ കഴിഞ്ഞ മന്ത്രി ആയ സമയത്തൊക്കെ ലോകം അംഗീകരിച്ചൊരു മന്ത്രിയായിരുന്നു. ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. 100% ഉറപ്പ്. ജയിക്കും. വികസനത്തിൻ്റെ നേട്ടങ്ങൾ തന്നെ ഉറപ്പാണ്. ടീച്ചർ 100% ജയിക്കും. എന്തുകൊണ്ടാണ്? ടീച്ചറെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഗുണമാണ്. പിന്നെ നല്ലൊരു സ്ത്രീ സംവരണം എന്നുള്ളൊരു ഇതുണ്ട്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് പറയും? ശൈലജ ടീച്ചർക്ക് പൊതുവേ ഒരു കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഭരണത്തിലുള്ളപ്പം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് വോട്ടായി മാറും തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരനായിട്ട് പറയുന്നല്ല, ഇടതുപക്ഷേ ജയിക്കുള്ളൂ. എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്നു പറയുന്നത്? എന്താ വെച്ചാൽ നമ്മൾ നല്ല പരിപാടിയാണ്, നല്ല മുന്നേറ്റമാണ്. നമ്മൾ വേണ്ട ഭരണം കിട്ടിയിട്ട് എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിന്. ആര് ജയിക്കുന്നു പറയണം. എനിക്ക് പറയണമെന്ന് വെച്ചാൽ ശൈല ടീച്ചറാണ് കുറച്ചും കൂടി മെച്ചം. എന്താ വെച്ചാൽ പരിചയപ്പെടുത്തണ്ട ആർക്കും. ശൈലജ ടീച്ചറെ പറ്റി ജനങ്ങൾക്ക് നല്ലോണം അറിയാം. നേരത്തെ നമ്മളെ കോവിഡും ഇതൊക്കെ ഉണ്ടായ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ഏറെ ഓരോ ഉപകാരങ്ങൾ ചെയ്തതാണ്. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സമാധാനപൂർവ്വം പ്രവർത്തിക്കുന്ന ഏത് സംഘടനയായാലും ജയിക്കും. ആരാണ് താങ്കളുടെ കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാടില്ല. ജയിക്കും. ഉറപ്പാണ്. ഉറപ്പ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിക്കൊണ്ട് 100% ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ജയിക്കും. ഞാനല്ലേ ഞങ്ങൾ ജയിപ്പിക്കും. അതാണ് സത്യം. എന്തുകൊണ്ടാണ് ടീച്ചറെ പേര് പറയുന്നത്? ടീച്ചറെ ജയിക്കും. ആണോ? ടീച്ചറെ ജയിക്കും. ഓക്കെ. ടീച്ചർ ജയിക്കും. കാരണം നല്ല ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ. പിന്നെ ടീച്ചറെ കഴിഞ്ഞ ഭരണത്തിൽ ടീച്ചർ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് ടീച്ചർ ജയിക്കുന്നുള്ള ഒരു സംശയം വേണ്ട. ആരോഗ്യപരമായിട്ട് എല്ലാ നല്ല കാര്യങ്ങളിലേ ചെയ്ത്, ആരോഗ്യത്തിന് കൊറോണയ്ക്ക് കാലത്തും എല്ലാം നല്ല കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് ടീച്ചർ ജയിക്കും ഉറപ്പ്. ടീച്ചറാണ് എല്ലാവരും കൂടുതലായിട്ട് പറയുന്നത്. കാരണം ടീച്ചർ നമ്മുടെ നിപ്പ സമയത്തൊക്കെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ ഒരു ട്രെൻഡ് മാറുന്നതനുസരിച്ച് ഒരു യുവത്വം വന്നതുകൊണ്ട് ഷാഫിക്കും കൂടുതൽ ചാൻസാണുള്ളത്. ഷാഫി പറമ്പിൽ രണ്ട് തോണിയും കാലിടുവാള അല്ലല്ല, അങ്ങനെയല്ല. ടീച്ചർ തന്നെയാണ് മുഖ്യം. നിപ്പ സമയത്തൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലും എല്ലാ ആ സമയത്ത് ബുദ്ധിമുട്ടായ കഷ്ടപ്പെട്ട എല്ലാവരുടെയും മനസ്സിലും ടീച്ചർക്ക് ഒരു സ്ഥാനമുണ്ട്. അത് ടീച്ചർ തന്നെ ജയിക്കും 100%. എന്തുകൊണ്ടാണ് ടീച്ചർ ജയിക്കുന്നു പറയുന്നത്? ടീച്ചർ കഴിഞ്ഞ ഭരണത്തിൽ ഒരു മന്ത്രിമാരും കാഴ്ചവെക്കാത്ത ഇതെല്ലാം മന്ത്രി ചെയ്ത് ടീച്ചർ ജയിക്കും 100%. ഇവിടെ വ്യക്തമായ മുൻതൂക്കം ഷാഫി പറമ്പിലാണ്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ CPMന്റെ അത്ര പ്രവർത്തനം അത്ര പോരാന്നാണ് നമ്മളെ അഭിപ്രായം. എല്ലാ മേഖലയിലും CPM പ്രവർത്തനമാണ്. അല്ല, ഞാൻ ഒരു BJP പ്രവർത്തകനാണ്. ഷാഫി ജയിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? എന്നുവെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണവും ഇതെല്ലാം നോക്കുകയെന്ന് വെച്ചാൽ ഷാഫി ജയിക്കണം എന്നാണ് പറയുന്നത്. എന്താ പറയണ്ടേ, ഇവിടെ സ്ഥിതി ഇവിടെ എന്തൊരു പുതുമ ആവശ്യമാണ്. ഷാഫി എന്ന് പറയുമ്പോൾ എന്താണോ പുതുമ ഷാഫിയാണെന്ന് തോന്നിപ്പോ. അതെ. ആരാണ്? ശൈല ടീച്ചർ. മുപ്പത്തിന് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്.
അതുകൊണ്ട് മുപ്പര് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. ഉറപ്പാണ്. ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി ഒരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതെ, തീർച്ചയായും. എന്തുകൊണ്ടാണ് വേണ്ടപ്പെട്ട ആൾ? 1,00,000 സംതിങ് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും. 1,00,000? 1,00,000 ഉറപ്പിച്ചു. ഓ, തീർച്ചയായും. ഷാഫി ജയിക്കും. യാ. എന്തുകൊണ്ടാണ് ടീച്ചറെ പേര് പറയുന്നത്? അതങ്ങനെയാണ്. അങ്ങനെയാണ്. ടീച്ചർ ജയിക്കും. ഉറപ്പ്. പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അത് ഇന്നത്തെ ട്രെൻഡും പിന്നെ ഇന്നത്തെ ഭരണവിരുദ്ധ വികാരവും ഇതെല്ലാം കൂടിയിട്ട് എല്ലാവരും അവരവരെ പോക്കറ്റ് കീപ്പ് ചെയ്യും. താങ്കളുടെ അഭിപ്രായം? ടീച്ചർ നല്ല വ്യക്തിയാണ്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തിയാലേ ഒക്കെ മറ്റുള്ള ആൾക്കാർ ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായില്ലേ? അവരൊരു ചട്ടുകം മാത്രം. അപ്പോൾ ആരാണ് ജയിക്കേണ്ടത് ഇവിടെ? ജയിക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം. ആരായിരിക്കും താങ്കളുടെ കാഴ്ച? എൻ്റെ അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം ഇല്ല അതിനെ പറ്റി. കാരണം അവർക്ക് അവരുടേതായ ചോയ്സ്. ശൈലജ ടീച്ചർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ യൂസ്? മനസ്സിലായില്ലേ? ജയിക്കണം എന്നാണ്. BJP. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജയിച്ചാലേ ഗുണമുള്ളൂ. എന്ത് ഗുണമുണ്ടാവാം? കേന്ദ്രം കൂടുതൽ നോക്കും ഇങ്ങോട്ടേക്ക്. കേന്ദ്രം ഇപ്പം നോക്കാൻ പാടില്ലേ? കേന്ദ്രത്തിൽ തന്നെയല്ലേ കേരളം ഉള്ളത്? തന്നെ അത് വ്യത്യസ്തമായിട്ട് അവർ കാണുന്നത്. അതെങ്ങനെ വ്യത്യസ്തമായി കാണാം? അത് തെറ്റല്ലേ? അവരല്ല കാണുന്നത്, ഇവിടെയുള്ള കാണുന്നത്. ഷാഫി ആയിരിക്കും. എന്തുകൊണ്ടാണ് ഷാഫിന്റെ പേര് പറയുന്നത്? ഷാഫിന്റെ പേരെന്ന് പറഞ്ഞാൽ കരിമ്പനയുടെ നാട്ടിൽ നിന്നാണ് അവന് വന്നത്. ഇവിടെ കടത്തനാട് മണ്ണിൽ നിന്ന് എന്തായാലും ജയിച്ചു പോയിരിക്കും. തീർച്ചയായും ഷാഫി പറമ്പിൽ ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? കാരണം ഷാഫി പറമ്പിൽ വളരെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? അത് മതേതര പാർട്ടിയാണ്, വർഗീയതയില്ല. പിന്നെ കൂടാതെ നല്ലൊരു പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകൻ. ഷാഫി ജയിക്കും. ഓക്കെ, ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കും? ഷാഫി ജയിക്കണമെന്ന് ഇപ്പോൾ അതിപ്പം പറയണമെന്നില്ല. ഷാഫി ജയിക്കും. അതാണ് ശൈല ടീച്ചർ. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം ആയതുകൊണ്ട് അത് ജയിക്കും ഞാൻ വിചാരിക്കുന്നു. ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശൈലജ ടീച്ചറും ഷാഫിയും ഒരേ ഇതിൽ തന്നെ ലീഡ് ചെയ്യുന്നു. ഇത്രേ പറയാനുള്ളൂ. ഷാഫി ജയിക്കുമോ? അല്ലെങ്കിൽ ഷാഫി ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതല്ല, നമ്മളൊരു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞ. ഷാഫി യൂത്ത് ആണ്. ഷാഫി വടകര ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വന്നതിൻ്റെ സ്ഥിതിക്ക് അതിൻ്റെ റോളെല്ലാം എന്തായാലും കിട്ടിയല്ലോ. ഷാഫി ആയിരിക്കും. എന്തുകൊണ്ടാണ് ഷാഫി ആയിരിക്കും? അറിയില്ല, ഒരു ഊഹം വെച്ച് പറഞ്ഞതാ. ശൈലജ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജ ജയിക്കുന്നത്? ശൈലജ ജനങ്ങളായിട്ടുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ മറ്റേ സൂക്കേടും കാര്യത്തിനെല്ലാം ഇടപെട്ടുകൊണ്ട്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത്? ഭയങ്കര ഭൂരിപക്ഷം ഉണ്ട്, ആള് കൂടുതലുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാഫി ഒരു വിശ്വാസം. ജയിക്കാൻ വടകര ഷാഫി ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കാൻ സാധ്യത? അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ കാഴ്ചപ്പാടിൽ കാണുന്നത്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? ശൈലജ ടീച്ചർ നല്ലൊരു വ്യക്തിയായതുകൊണ്ട് ജയിക്കണം. ഇയാൾ ഷാഫി ജയിക്കണം. ഷാഫി അയാൾ പ്രവർത്തകനായതുകൊണ്ട്, അയാളൊരു പ്രവർത്തകനായതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ? ശൈലജ ടീച്ചർ നമ്മൾ കോവിഡിൻ്റെ സമയത്തുള്ള നല്ല പേരവർക്കുള്ളത്. അതിപ്പോൾ എങ്ങനെ ഉറപ്പ് പറയാം? ഷാഫി ജയിക്കുമോ അതോ ശൈലജ ജയിക്കുമോ? ആര് ജയിക്കും? ഒന്നും പറയാൻ പറ്റൂല. കൺഫ്യൂഷനാണ്. പറയാൻ പറ്റൂല എന്നറിയാം. ശൈലജക്കാണ് മുൻതൂക്കം. പക്ഷേ ഇപ്പോഴത്തെ പ്രചരണം കാര്യങ്ങൾ നോക്കുമ്പോൾ ഷാഫിക്കും മുൻതൂക്കമുണ്ട്. അതൊക്കെ പറയാൻ പറ്റൂല. എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം ജനങ്ങളെ കയ്യിലല്ലേ കിടക്കുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം? നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നുമില്ല. ആര് ജയിച്ചാലും കണക്കവിടെ. ശൈലജ ടീച്ചർ ജയിക്കണം. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ പേര് പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ പെർഫോമൻസുകളെല്ലാം കണ്ടല്ലോ. പിന്നെ ജയിക്കണം. ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കണം എന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞതാണ്. ഷാഫി തന്നെ. ഷാഫിനെ ജയിക്കണം എന്ന് പറയാനുള്ള ഒരു എന്താണ് പറയാനുള്ള ഒരു കാര്യം? ഇഷ്ടമാണോ അത്? ഷാഫി പറമ്പ് ജയിക്കുക. ഷാഫി പറമ്പില. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പ്? അതറിയല്ല, എനക്ക് അറിഞ്ഞൂടാ. അവരെ പറ്റി എല്ലാം അഭിപ്രായം പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മയുടെ വോട്ട് ആർക്കാ? ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ പേര്? ഞാനൊരു കമ്മ്യൂണിസ്റ്ററിനാണ്, അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ കൂടുതൽ സ്ത്രീകൾ കൂടുതൽ ഒരുപാട് പ്രാധാന്യമുള്ള ടീച്ചറാണ്. ടീച്ചർ ജയിക്കുന്നുള്ള LDF-ന്റെ ആളാണ് ടീച്ചർക്ക് ചെയ്യുള്ളൂ. അതേ ജയിക്കൂ. ജയിക്കുന്ന നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ പേര്? ഭരണം കൊണ്ട്. മൂന്നാൾ ജയിച്ചാലും എനിക്ക് കണക്കാം. മൂന്നാൾ ജയിച്ചാൽ നടക്കുമോ? മൂന്നാൾ ജയിക്കുമോ? അറിയില്ല, ഞാൻ വോട്ട് ചെയ്യാൻ തന്നെ പോലില്ല, അതുകൊണ്ട് ടീച്ചർ ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ടീച്ചർ ജയിക്കുന്നത്? നല്ല കഴിഞ്ഞ മന്ത്രിയായതിനു ശേഷം നല്ല കാര്യങ്ങൾ ചെയ്ത ശൈലജ ടീച്ചർ ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ ജയിക്കുമെന്ന്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊറോണ സമയത്തൊക്കെ അവരൊരു പ്രവർത്തനം മുൻനിർത്തിയിട്ട്. ശൈലജ ടീച്ചർക്ക് ഒരു ചാൻസ് കാണുന്നുണ്ട് ഇവിടെ. അതന്നെ ശൈലജ ടീച്ചർ.
ഒരു ചാൻസ് ഉണ്ട്. ശൈല ടീച്ചർക്ക് ഒരു ചാൻസ് കാണുന്നുണ്ട്, ഉറപ്പാണ്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്? ഷാഫി പറമ്പിൽ ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ പാർലമെൻറ്റിൽ പോയിട്ട് കരുത്ത് കാണിക്കണമെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു യുവാവാണെന്നാണ് എൻ്റെ ഒരു ഷാഫിക്ക് തന്നെ. എന്തുകൊണ്ടാണ് ഷാഫിക്കാന്ന് പറയും? യുവ നേതാവല്ലേ? വടകര ഷാഫി ജയിക്കണം, ഷാഫി ജയിക്കണം, തീർച്ചയായും ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, നിയമസഭയിൽ പടപൂരിത നേതാവ്. ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കുന്നത്? ഷാഫിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഷാഫിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? നല്ല പ്രവർത്തനം. ശൈലജ ടീച്ചറല്ല, നേരെ ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ പേര് പറയുന്നത്? ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരനല്ലേ, ഇനി കുറെ ചെറുപ്പക്കാർ പോട്ടെ, കുറെ ആൾ വയസ്സന്മാർ പോയിട്ട് എല്ലാം കൂടി അടി ഉണ്ടാക്കുന്നത്. ഷാഫി ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഷാഫിന്റെ പേര് പറയുന്നത്? ഷാഫി ചെറുപ്പക്കാരനായതുകൊണ്ട് നല്ല വ്യക്തി. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ ജയിക്കണം? ഈ കൊറോണ സമയത്ത് പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ശൈലജ ടീച്ചർ ഇവിടെ ജയിക്കും. ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി ജയിക്കൂടാ, അത് തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ട, മറ്റേ ഭരണത്തിൻ്റെ ഇതാണ്. ശൈല ടീച്ചർ. ശൈല ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ പേര് പറയുന്നത്? നാട്ടിന് വേണ്ടി നല്ലതെല്ലാം ചെയ്തുകൊണ്ട്. ടീച്ചർ. എന്തുകൊണ്ടാണ് ടീച്ചർ ജയിക്കുന്നു പറയാം? കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജയിക്കും. ജയിക്കും ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്കൊരു വിശ്വാസം കൊണ്ട് ഇഷ്ടമാണോ മുപ്പത്തിയേഴ്? ഇഷ്ടമാണ്, നല്ല വ്യക്തിയാണോ? നല്ലതാ. ശൈല ടീച്ചറാണ് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതുവരെ ചെയ്ത കർമ്മങ്ങളും പ്രവൃത്തികളും. 1,00,000 വോട്ടിന് ഷാഫി ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഉറപ്പുണ്ട്. എന്ത് ഉറപ്പാണ്? നമുക്കുള്ള ഉറപ്പ് തന്നെ, നമ്മളെ ഹൃദയം കൊണ്ടുള്ള ഉറപ്പ്. ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്? യുവാവല്ലേ, എന്തുകൊണ്ടാണ്? യുവാവല്ലേ, യുവാവാണ്. അതിനെ കൊണ്ട് ഷാഫി ജയിക്കും. ഷാഫിയോ? എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കുന്നു പറയുന്നത്? യുവാക്കളുടെ ഇടയിൽ ഭയങ്കര ഹരമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഷാഫി. ശൈല ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാ? ശൈല ടീച്ചർ തന്നെ അന്താരാഷ്ട്രപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ജയിക്കും, ഉറപ്പല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ ശൈല ടീച്ചറാണ്. ശൈല ടീച്ചർ ജയിക്കും. വടകര നല്ല ഭൂരിപക്ഷത്തോടു കൂടി ശൈല ടീച്ചർ ജയിച്ചിട്ടില്ലെങ്കിൽ വടകരയുള്ള പ്രബുദ്ധരായ വോട്ടർമാർ ഒന്നിനും കൊള്ളാത്ത ആളായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശൈലജ നല്ല ഒരു ലോകാദരിച്ച നേതാവല്ലേ. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? മുൻപ് കോൺഗ്രസിന്റെ മണ്ഡലം തന്നെയാണല്ലോ ഇത്. കോൺഗ്രസ് ആണല്ലോ അതുകൊണ്ട് ഷാഫി ജയിക്കുന്നു ഉറപ്പല്ല. ശ്രീമതി ടീച്ചർ. ശ്രീമതി ടീച്ചർ. ശൈല ടീച്ചർ. അല്ല, ശൈല ടീച്ചർ ജയിക്കും. ശൈല ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ. അറിയിക്കുന്നല്ലേ, വ്യക്തതയില്ലാത്ത ഇതുപോലത്തെ കക്ഷിയുടെ ഓറിയും തിരിച്ചും മറിച്ചും പറയും. ഓൻ പറഞ്ഞ ശ്രീമതിയാണ്, അതല്ല ഇവിടുത്തെ വിഷയം. രണ്ട് മുന്നണി പോയാൽ ഒരാൾക്കാണ് പിന്തുണ. അപ്പോൾ വോട്ടർമാർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? അതുകൊണ്ട് മറ്റേ പ്രഫുൽ കൃഷ്ണ ആയിരിക്കും. ഞാൻ പറയും. ആർക്ക്? പ്രഫുൽ കൃഷ്ണ, BJPയുടെ. BJPയുടെ ടീച്ചർ. ടീച്ചർ ജയിക്കുന്നു. ടീച്ചർ നല്ല വ്യക്തിയായുണ്ട്, വ്യക്തിക്കല്ല പാദ്യം. ഇത് ഉറപ്പാ, 100% കാര്യമില്ല. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി നല്ല നേതാവാണ്. ഷാഫി ജയിക്കും. അതെ, വടകരയുള്ള ചെക്കനാണ്. പുയ്യാപ്പിള. അറിയണ്ടേ? പുയ്യാപ്പിളയാണ്. പുയ്യാപ്പിള അറണ്ടാത്ത കാട്ടെന്നാ പറയുന്നത്. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അറിയാലോ, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ആളുണ്ട്. ഒരു ശൈല ടീച്ചർ ഉറപ്പാണ്. എന്തുകൊണ്ടാ? ശൈല ടീച്ചർ ഒരു ആരോഗ്യ പ്രവർത്തനമായിട്ടും മറ്റേ അയാൾ കൊറോണ പിടിച്ച് സംഗതിയെല്ലാം. ശൈല ടീച്ചർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുവരെ ഭരിച്ചിട്ട് എല്ലാം ലൈറ്റെല്ലാം കറണ്ടെല്ലാം ഇല്ലാത്തവരെല്ലാം അന്നേരം ഇല്ലാനാ, മറ്റെല്ലാം മരിക്കുമ്പോൾ ഇപ്പം അതില്ലല്ലോ. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശൈല ടീച്ചർ ജയിക്കണമെന്ന്. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ? ആരോഗ്യപരമായിട്ട് നല്ല മുന്നേറ്റം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ. കെ മുരളീധരൻ തുടങ്ങി വെച്ച വികസനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല 3 മുഖ്യമന്ത്രിമാർ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടും ഷാഫിയെ പോലത്തെ ഒരാളാണ് പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കോവിഡ് കാലത്ത് നല്ലോണം സജീവമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട്. ശൈലജ ടീച്ചർ. ശൈല ടീച്ചർ. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ? അവൾ നിപ്പ കാലത്തും കോവിഡ് കാലത്തും എല്ലാം ജനങ്ങളെ. ശൈലജ. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ പേര് പറയുന്നത്? നമുക്ക് ഇഷ്ടം ശൈലജ, നമ്മളെ പാർട്ടി ശൈലജ. ശൈല ടീച്ചർ ജയിക്കും. എന്തുകൊണ്ടാണ് ശൈല ടീച്ചർ പേര്? കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയത്തിലും മറ്റും നിപ്പയിലും മറ്റേ കോവിഡിലെല്ലാം അയാൾ കവിഞ്ഞുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ്? അത് മുരളീധരൻ ഒരു വികസനം നടത്തിയിട്ടില്ല, വളരെ ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഷാഫി പറമ്പിൽ വേറെ ആര് ജയിക്കാനാ? ഷാഫി പറമ്പിൽ വേറെ ആര് ജയിക്കാനാ? എന്താ അങ്ങനെ പറയുന്നത്? യുവത്വം. ശൈല ടീച്ചർ നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ കൊറോണ കാലത്ത് നല്ല കാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അതേ സ്ഥാനത്ത് ഷാഫിയും അതുപോലെ തന്നെ പാലക്കാട് നല്ല കാര്യങ്ങൾ ചെയ്ത. ഞാൻ ഇതിൽ ഉറച്ചു വെക്കുക. ആര്? ഞാനോ? നിങ്ങളിപ്പോൾ അതെന്താ പറയുക? ഇത് രണ്ടാൽ ഏതെങ്കിലും ഒരാൾ. ശൈലജ വേണം. എന്തുകൊണ്ടാണ് ശൈലജ വേണമെന്ന് പറയുന്നത്?
അയാൾ ആരോഗ്യമന്ത്രിയായ സമയത്തൊക്കെ കേരളത്തിന് വേണ്ടി അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടന്ന ആളാണ്. ഇവിടെ ഷാഫി മതി. എന്തുകൊണ്ടാണ് ഷാഫി മതി എന്ന് പറയുന്നത്? ഷാഫി മതി എന്ന് പറയുന്നത് പോലെ ഭരണത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. ഒന്നാമത്തെ ഷാഫി മതി നമുക്ക്. എന്തുകൊണ്ടാണ് ഷാഫി മതി എന്ന് പറയുന്നത്? ഷാഫി വന്നൊരു ചെറുപ്പക്കാരനാണ്. എല്ലാത്തിനും പോരുന്ന ജാതി, നല്ലൊരു തൻ്റെ ഉള്ളൊരുത്തനാണ്. ഷാഫി പറമ്പിലാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല ഒരു നേതാവാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇതുവരെയും വളരെ നല്ല രീതിയിൽ തന്നെ. ആര് ജയിക്കും? ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് പിന്നെ വളരെ പോപ്പുലറാണ്. ഷാഫി പറമ്പിലാണ് ഒരു ട്രെൻഡ് കാണുന്നത്. ട്രെൻഡ് കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. കേന്ദ്രത്തിലുള്ള ഒരു ഭരണത്തിനാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് കേന്ദ്രത്തിൽ പറമ്പിലേക്കാണ് ഈ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ടീച്ചർ നമുക്ക് വേണ്ടി കുറേ പ്രളയം വന്നേരവും പിന്നെ കൊറോണ വന്നേരവും കുറേ ഷാഫി പറമ്പിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിനെ കാണുന്നത്? കാരണം ജനക്കൂട്ടത്തിൻ്റെ ഒരു ശക്തമായ ഇതാണല്ലോ കാണുന്നത്. വരണ്ട് ശൈലജ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ വരുന്നത്? വളരെ ഉറക്കാരെ വരുത്താതെ ആള്. ഇയാൾ നല്ല സേവനം ചെയ്ത് ശൈലജ വരണം. എന്തുകൊണ്ടാണ് ശൈലജ വേണം? വെച്ചാൽ കൊറോണ സമയത്തെല്ലാം വാങ്ങി പിടിച്ച ആളാണ്. അപ്പോൾ അതിന് ശക്തമായിട്ട് തന്നെ നമ്മളതിനെ മുന്നോട്ട് വന്നിട്ടാണ് അവൾ വിജയിപ്പിക്കുന്നത്. ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു മുൻ മന്ത്രിയും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് നല്ല ഒരു വ്യക്തിയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇവിടെ ഷാഫിയാണ് ജയിക്കുക. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫിക്കോട് സാധ്യത കാണുന്നത്. എന്ത് സാധ്യത കാണുന്നത്? സാധ്യത ജനങ്ങളൊരു സംസാരിക്കുന്നത് ഷാഫിയാണ് കൂടുതൽ. ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫി വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനർജറ്റിക്കാണ്. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഉള്ള ആളാണ് ഷാഫി. എന്തുകൊണ്ടാണ് ഷാഫി വേണമെന്ന് പറയുന്നത്? യൂത്ത് വരട്ടെ. യൂത്ത് വരട്ടെ. വടകര മണ്ഡലത്തിലെ അഭിപ്രായങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. അധികമായി വരുന്ന ബൈറ്റുകൾ ജനങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.